നമുക്കൊപ്പം കുറച്ച് ഗായികമാർ ചേരുകയാണ്. ദേശഭക്തി ഗാന മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗം പങ്കെടുത്ത് ഇങ്ങനെ നമ്മുടെ പവലിയനിലേക്ക് എത്തിയതാണ്. എന്താണ് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ റിസൾട്ട് വന്നോ? എന്നിട്ട് അടിപൊളി. അപ്പോൾ ഏത് ജില്ലയ്ക്കാണ് നിങ്ങൾ എ ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഇത്രയും പോയിന്റ്സ് നേടിക്കൊടുത്തത്? മലപ്പുറംകാരാണ്. അപ്പോൾ ഏത് സ്കൂളിനാണ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഓക്കെ. അപ്പോൾ ദേശഭക്തി ഗാനം എന്ന മത്സര ഇനത്തിന് ആദ്യമായിട്ടാണോ നിങ്ങൾ എല്ലാവരും സ്റ്റേറ്റിൽ വരുന്നത്? അപ്പോൾ അതൊരു സ്പെഷ്യലാണ് അല്ലേ? അപ്പോൾ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ദേശഭക്തി ഗാനം പാടി എ ഗ്രേഡ് കിട്ടുന്നു. ഗംഭീരം. അപ്പോൾ നമ്മുടെ പാട്ടിന്റെ കുറച്ച് ഭാഗം നമ്മുടെ പ്രേക്ഷകരായിട്ട് പാടിയല്ലോ. നിങ്ങളുടെ ഇത്രയും ആൾക്കാരാണല്ലോ, ഇനി ബാക്കിയുണ്ടോ? കൂടിയുണ്ട്. അയാള് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിമുള്ള അനശ്വര എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് പ്രോഗ്രാം വന്നപ്പോ പോയതാണ് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വെച്ച് പാടാം. റെഡി റെഡി. ജയ ഹി ജയ ഹി ജയ 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 ഭാരതം. ഭാവിയിലേക്കു നടക്കാൻ പ്രിയമാം ഭാവനകൾ പൂവായി വിടരാൻ. ഭാവിയിലേക്കു നടക്കാൻ പ്രിയമാം ഭാവനകൾ പൂവായി വിടരാൻ. ഭാവുകമായി പുതുശോഭയുണർത്തുക ഭാരതമേ ശുഭതാരകമേ. ഭാവുകമായി പുതുശോഭയുണർത്തുക ഭാരതമേ ശുഭതാരകമേ. ഭാരതം മമ ഭാരതം യുഗ ഭാരതം ജയ ഭാരതം ഭാരതം. അടിപൊളി. ഭയങ്കര രസമാണ് കേൾക്കാൻ. കാരണം ഈ പാർട്സ് പാടുക എളുപ്പമല്ല, അതും ഔട്ട്ഡോറിൽ ഇങ്ങനെ പാടുക എളുപ്പമല്ല. അത് എങ്കിലും ഭയങ്കര രസമായിട്ട് കേൾക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും എ ഗ്രേഡ് കിട്ടിയതിന് കൺഗ്രാറ്റ്സ് ഒരിക്കൽ കൂടി പറയുന്നു. ഹൈസ്കൂൾ ആണ് എല്ലാവരും അല്ലേ? അപ്പോൾ ഇനിയുണ്ട് വേദികൾ. അടുത്ത വർഷമൊക്കെ ഇതുപോലെ വരിക, ഇതുപോലെ എ ഗ്രേഡ് വാങ്ങിക്കൊടുക്കുക ജില്ലയ്ക്ക് വേണ്ടിട്ടോ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.